ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ എങ്ങനെ പഞ്ഞി പോലത്തെ സോഫ്റ്റ് പാലപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി, അതുപോലെ തന്നെ 1/2 കപ്പ് ചെറിയ അരി, പൊടിയരി അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ വാഷ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പുതിർത്താൻ വേണ്ടി മാറ്റി വെക്കാം. നാളെ രാവിലേക്കാണ് ഞാൻ ഈ പാലപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് രാവിലെ തന്നെ ഞാനൊന്ന് അരിയൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് വേവിച്ച അരിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ അരിക്ക് ഒപ്പത്തിനാണ് ഞാൻ വെള്ളം ഒഴിച്ച് ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിരലിൻ്റെ 1 ഇഞ്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേറാനും പാടില്ല, കുറയാനും പാടില്ല. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ മാവിന് പാലപ്പം ചുട്ടെടുക്കുമ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാനാണ് നമ്മളതങ്ങനെ ചെയ്തെടുക്കുന്നത്. ആ ഒരു ഒറ്റ ഇഞ്ച് വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി. അതിൽ ഏറും വേണ്ട, കുറയും വേണ്ട. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ഹൈ സ്പീഡിലിട്ട് തന്നെ ഒന്ന് ഫൈനാകുന്നത് വരെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൗളത്തെ മാവ് നമുക്കൊന്ന് തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മൾ പാലപ്പം സോഫ്റ്റ് കുറയും. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ മിക്സിയിൽ ബാക്കി ഉണ്ടാകുന്ന മാവൊക്കെ നമുക്ക് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്നത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ പാലപ്പം ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മാവ് നോക്കിയപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. തലേന്ന് അരച്ച് വെച്ചപ്പം കുറച്ച് ലൂസായിരുന്നു. ഇപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം പാലപ്പത്തിന് കുറച്ച് മധുരം വേണ്ടവർക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാലപ്പത്തിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗവും വെച്ച് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഏകദേശം അറിയാമല്ലോ, നമ്മൾ ചുട്ടെടുക്കുമ്പോൾ മാവ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ മതി. ഇത് കണ്ടോ, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ പാലപ്പം നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് 2 മിനിറ്റിൻ്റെ ശേഷം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. സോഫ്റ്റായിട്ട് തന്നെ കണ്ടോ, ഇത് ഒരു കുഴപ്പമില്ലാതെ തന്നെ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.